ഹോട്ടലിലായിരുന്നു. ഞാൻ സൗമ്യയുടെ അടുത്തേക്ക്, കാരണം നമ്മൾ ബാംഗ്ലൂർ വന്നതാണല്ലോ, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കില്ല നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പം രാവിലെ 6 മണി സമയമാണ്. ഞാൻ കണ്ണിൻ്റെ മേക്കപ്പ് മാത്രം ലെൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ബ്രൗൺ ലെൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അമ്മേൻ്റെ അടുത്ത് പോയി സാരി കൊടുത്ത് റെഡി ആയി. അവിടെ നിന്നാണ് കോളേജിൽ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രാജുവേഷനിലേക്ക് നമ്മൾ റെഡി ആവുന്ന വീഡിയോ ഉണ്ട് കേസ്. കാരണം നമ്മൾ റെഡി ആവണമല്ലോ, നമ്മൾ നന്നായി ഒരുങ്ങണമല്ലോ. ഒരുങ്ങുന്ന പറഞ്ഞാൽ തന്നെ ഞാൻ പറയാം, നമ്മുടെ ഗ്രാജുവേഷൻ നമുക്ക് വൈറ്റ് സാരി കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ എന്താ പറയുക, വേറെ രീതിയിലുള്ള കളേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, വൈറ്റ് സാരി കൊടുക്കാൻ പാടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ വൈറ്റ് സാരി നമ്മൾ സെറ്റ് സാരിയാണ് കൊടുക്കണേ. അതിൻ്റെ കൂടെ ഒരു ബ്ലൗസ്. അപ്പോൾ നമുക്ക് ആദ്യം റൂമിലേക്ക് എത്താം, അവരുടെ റൂമിലെത്താം, എന്നിട്ട് പിന്നെ റെഡിയാവുന്ന ഒരു ഓട്ടം ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് റെഡിയാവുന്നതൊക്കെ അമ്മയാണ് വിളിപ്പിച്ച് തരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തും മൊത്തം വീഡിയോ കാണിക്കാന്നുള്ളത്. അപ്പം നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ. തണുക്കുന്നു. കാരണം പൊതുവെയാണ് ഓർമ്മ, പൊതുവെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. പക്ഷേ ഈ വർഷം ഇവിടെ നല്ല ചൂടാണ് മറ്റേ നമ്മുടെ സമ്മർ സമയത്ത്. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ സമ്മർ സമയത്ത് അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. പക്ഷേ ഈ വർഷം ഇപ്പോൾ ബാറ്റ് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ട്, നല്ല തണുപ്പും നല്ലൊരു ഇതും. പിന്നെ ഈ ഐ മേക്കപ്പ്, ഈ യെല്ലോ ഇട്ടത് എല്ലാവരും ഇവിടെ ഫുൾ എല്ലാം റെഡിയായി വരുമ്പോൾ നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ എന്തുകൊണ്ട് തോന്നുമായിരിക്കും, സാധനം നിങ്ങൾ കളിയായിരിക്കും, പ്രശ്നമില്ല കേസ്. ഇവിടെ എത്തി. ഇപ്പോൾ രാവിലെ തന്നെ ഇവർ രണ്ടുപേരും എണീറ്റിരിപ്പുണ്ട്. ഇവിടെ സാരിയൊക്കെ കണ്ടോ, സാരിയൊക്കെ നമ്മളല്ല, ഞാനല്ല, അമ്മ ഞൊറിയൊക്കെ കറക്റ്റായിട്ട് ആക്കി വെച്ചിട്ടിരിപ്പുണ്ട്. അപ്പം നമ്മൾ നേരെ പോകുന്നു. നേരെ റെഡി ആവുമല്ലേ? ആദ്യം സാരി എടുക്കാനാ? അല്ല, അല്ലാണ്ട് സാരി എടുക്കാനാലും എന്നിട്ട് മുഖം ചെയ്യാനല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ആദ്യം സാരി എടുക്കുന്നു. ഓക്കെ, എന്നാൽ നമുക്ക് ആദ്യം മുഖം ചെയ്തിട്ട്, അപ്പോൾ മുഖം എന്താ പറയുക, ഫുള്ളി ഞാൻ കാണിക്കുന്നില്ല, സാരി എടുക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ ഇത്. അപ്പോൾ നമുക്ക് ആദ്യം മുഖം ചെയ്യാം, എന്നിട്ട് പിന്നെ നമുക്ക് സാരി എടുക്കാം. മേക്കപ്പ് ബാഗും നല്ലൊരു മിററും. ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഒരു ഉപകാരം, നല്ല മിററുകളുണ്ടാവും, കണ്ടില്ലേ? അപ്പോൾ റെഡിയാവാ. അപ്പോൾ ആദ്യം നമ്മുടെ സൺസ്ക്രീൻ, നമ്മൾ ഡോട്ടൻകിയുടെ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മുടെ കൺസീലർ, പിന്നെ ഫൗണ്ടേഷൻ ഉണ്ട്, പിന്നെ നമ്മുടെ മസ്കാര ഉണ്ട്, നമ്മുടെ ബ്ലഷ് ഉണ്ട്, ഐലൈനർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇട്ട് തുടങ്ങാം. കാരണം നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ റെഡി ആയിട്ട് എവിടെ പോകണം, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. ഇവിടെ ഈ സമയത്ത് നല്ല തിരക്കായിരിക്കും, കാരണം ഗ്രാജുവേഷൻ ആയതുകൊണ്ട് എല്ലാ പിള്ളേരും വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ തൂങ്ങിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഓട്ടോ കിട്ടത്തില്ല കോളേജിലേക്ക്. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ ഗ്രാജുവേഷൻ ലേറ്റ് ആവും. ഗ്രാജുവേഷൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അവർ നമ്മളെ കയറ്റത്തില്ല. സിമ്പിൾ, സിമ്പിളസ് ദാറ്റ്. ഗ്രാജുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ കിടത്തൊന്നുമില്ല. ഗ്രാജുവേഷൻ ലേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ കയറ്റില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ സൺസ്ക്രീൻ കഴിഞ്ഞു. അടുത്തതാണ് നമ്മുടെ കൺസീലർ. ഉണ്ണി, കൺസീലർ നമ്മുടെ എവിടെയൊക്കെയാണോ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത്, ആസ് യൂഷ്വൽ ആണല്ലോ. എൻ്റെ കണ്ണിൻ്റെ താഴെ നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ഗേസ്. സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുക, മോൾസ് പോലത്തെ ഒരു സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ ടോക്കിംഗ്, ദീസ് ഗൈസ് ആർ ടോക്കിംഗ് ഇവിടെ. അടുത്താണ് നമ്മുടെ ഫൗണ്ടേഷൻ. ഇപ്പം നമ്മൾ കൺസീലർ ഇട്ട് കഴിഞ്ഞു, ഫൗണ്ടേഷൻ. ഇനി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഇനി കവളൊക്കെ കുറച്ച് തൊടുത്തിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ കണ്ണ് എഴുതി കഴിഞ്ഞു, കണ്ടോ? കണ്ണ് എഴുതി മസ്കാര ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ എപ്പോഴും റെഡാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ബ്രൗണും റെഡും കൂടെ മിക്സ് ചെയ്യാം. വളരെയധികം വെറൈറ്റി ബ്രൗണും റെഡും ഒക്കെ, കാരണം എപ്പോഴും നമ്മൾ ഫുൾ റെഡാണ് ഇടുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ബ്രൗൺ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ട് ഉള്ളിൽ റെഡൊക്കെ ആക്കിയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ബ്രൗൺ ആണ് ലിപ് ലൈൻ ചെയ്തത്. ഇതിൻ്റെ കൂടെ നമ്മളിപ്പം ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് വെച്ചാൽ ലാക്മേയുടെ റെഡ് സാങ്ക്രിയ എന്ന് പറയുന്ന 0.5 ഷെയ്ഡാണ്. അപ്പോൾ നമുക്കിത് ഉള്ളിലിടാം. ഉണ്ടാ, ഈ റെഡാണ്. ഇവിടെ നിന്ന് ഇവർ പ്ലേ ചെയ്യുന്നതാണ് ഈ സൗണ്ട് കേൾക്കണം കേട്ടോ. ഉണ്ടോ? സെറ്റ്, ഇത് മതി. നമ്മളിപ്പോൾ മുഖം റെഡിയായി. ഇനി സാരി. ഈ ഷർട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഇതാണ് നമ്മുടെ ബ്ലൗസ്. ഇതൊരു ക്രോപ്പ് ഷർട്ടാണല്ലോ. അപ്പം ഞാൻ ഓർത്തു ഇത് അമ്മയുടെ സാരിയും പിടിച്ചോണ്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് നമുക്ക് ഷർട്ടായിട്ട്, ബ്ലൗസ് ആയിട്ട് ഇടാം. അപ്പം ഇത് അടിപ്പാവടൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. ഇപ്പം സാരി ഉടുപ്പിക്കാൻ പോവാം. അമ്മയാണ് സാരി ഉടുപ്പിക്കുക. അമ്മയാണ് ദ ബെസ്റ്റ് ഡ്രൈപ്പിസ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് സാരി ഉടുക്കാം. അമ്മയെല്ലാം രാവിലെ അല്ലേ, ഇന്നലെ അല്ലേ അമ്മ? ഇന്നലെ ഫുൾ പ്ലീറ്റൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പപ്പണിയാണ്.
ചെയ്യാല്ലേ. കണ്ടോ, ഫുൾ സെറ്റാക്കി പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചത് കൊണ്ട് നമുക്ക് എളുപ്പപ്പണിയാണ്. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല കൊടുക്കുന്നത്, അമ്മയാണ് കൊടുക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് എളുപ്പപ്പണിയാണ്. പിന്നെ ആണെങ്കിൽ ഈ ഷർട്ട് ഇച്ചിരി ലൂസാണ് ആക്ച്വലി കേട്ടോ, കാരണം നമ്മൾ ടോപ്പായിട്ട് ഇടുന്നതാണ്. പിന്നെ ഞാൻ ഓർത്ത് കഴിഞ്ഞ വർഷം നമ്മൾ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് ഇട്ടത്, അപ്പോൾ ഞാൻ ഓർത്ത് അത്രയൊക്കെ വേണോ, നമുക്ക് നോർമൽ ഷർട്ടിൻ്റെ കൂടെ ആക്കി ഇടാമെന്ന് ഓർത്തുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ ചെയ്തതാണ്. നോക്കാൻ നന്നായി വരുമോയെന്ന്. നന്നായി വന്നില്ലെങ്കിലും നന്നായി വന്നാലും നിങ്ങൾ ഇട്ടോളും, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അമ്മ ഇവിടെ ഓടി നടന്നിട്ടാണ് കൊടുക്കുന്നത്, കണ്ടില്ലേ ഗൈസ്. ഈ ഷർട്ട് ഇതിനോട് ഇട്ടിട്ട് ഒരു ഭംഗിയില്ല, സോ അതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ട് ഈ ക്രോപ്പ് ടോപ്പ് എടുത്തിടുകയാണ്. ഈ ബ്ലാക്ക് ഹൈനെ ക്രോപ്പ് ടോപ്പ് ഇവരിൽ ക്രോപ്പ് ടോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇതെടുത്ത് നമ്മൾ ഇടാണ്. ഷർട്ട് മാറ്റണം, കാരണം ഇവിടെ ഇച്ചിരി അധികം ലൂസായിട്ടിരിക്കുമ്പോൾ ഒരു ഭംഗിയില്ല കാണാൻ, സോ അതുകൊണ്ട് നമ്മൾ മാറ്റാം. ഈ ക്രോപ്പ് ടോപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ക്രോപ്പ് ടോപ്പ് ഈ സാരി ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുന്ന ഒരു സാരിയാണ്, അപ്പം ഇങ്ങനെ കിടന്ന് എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങോട്ട് വഴങ്ങുന്നില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കണ്ടോ, പരിശ്രമത്തിലാണ്. ആ കാല് പപ്പയുടെയാണ് കേട്ടോ, നോക്കുമ്പോൾ 2 കാലവിടെ. ഓക്കെ, റെഡി ആവട്ടെ. അപ്പം നമ്മൾ സാരി ഉടുത്ത് കഴിഞ്ഞു. ഇതാണ് സാരി. ആ ബ്ലൗസൊക്കെ മാറ്റി ഇപ്പം ഈ ടാങ്ക് ടോപ്പ് പോലത്തെ ഈ സംഭവം എടുത്തിട്ടു. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇനി മുടി ചെയ്യാണ്ട്. അപ്പം മുടി ഞാൻ ആദ്യം ഓർത്ത് വെറുതെ ഇടാണ്, പിന്നെ ഓർത്ത് കെട്ടി വെക്കാണ്. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ ചുമ്മാ ആലോചിച്ച് ഇപ്പം ഇങ്ങനെ 2 സൈഡ് ഇവിടെ ഇങ്ങനെ പറ്റിച്ച് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ മുടി ഇങ്ങനെ പടർത്തിയിടാന്നാണ് ഓർക്കണത്. അപ്പോൾ അതെങ്ങനെ റെഡി ആവുമെന്ന് അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നല്ലയില്ലെങ്കിൽ നമുക്ക് മാറ്റി വേറെ എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പോൾ കമോൺ ലെറ്റ്സ് ട്രൈ. ഒരു അല്ലി നമുക്ക് ഇവിടെ ഇടാം, 2 അല്ലികളായിട്ട് 2 സൈഡിൽ. എന്നിട്ട് പിന്നെ നമുക്ക് ഹെയർ പാർട്ടീഷൻ എടുത്ത് ഈ ഭാഗവും മാറ്റി, അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഈ ഭാഗവും മാറ്റി അടി ടൈറ്റാക്കി കെട്ടണം. അതാണ് നമ്മുടെ ടാസ്ക്. അത് ഒന്ന് കെട്ടി നോക്കട്ടെ. അപ്പം ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കെട്ടാനാണ്, കണ്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യുന്നതിനൊരു പ്രശ്നമില്ലല്ലോ രാമൻകുട്ടി. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ കെട്ടുക. അപ്പം നമ്മൾ എന്നിട്ട് മുടി ഊരി ഇങ്ങനെ ഇടുമ്പം ഈ മുന്നത്തെ ഭാഗം ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ബാക്ക് നിന്ന് കണ്ടോ ഈ ഭാഗത്തുനിന്ന് മുടി ഇങ്ങനെയാണ് ബാക്കോട്ടാണ് ഇരിക്കുക. അപ്പം ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോരെ ഇതുപോരെ എന്നാല് ഇനി നമുക്ക് കമ്മലിടണം. കമ്മലിടാൻ പോകാം. ദിസ് ഈസ് ദ കമ്മൽ. കാരണം കമ്മൽ കഴുത്തിലൊന്നും ഇടുന്നില്ലല്ലോ, അപ്പം നമ്മൾ കമ്മലാണ് ഇടുന്നത് മെയിനായിട്ടും. അതുകൊണ്ട് കുറച്ച് വലിയ കമ്മലൊക്കെ ആവാം. കുറച്ച് ഗ്രാജുവേഷനൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ആഡംബരമൊക്കെ ആവും. BBA LLB LLM അല്ലേ, രസമുണ്ടല്ലേ. ഓരോ പൊടിവാല്. ഇനി ഇതിട്ടിട്ട് നമ്മൾ എങ്ങനെ ബാത്റൂമിൽ പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ബാത്റൂം പോവുക എന്നുള്ളൊരു വികാരം നമ്മളങ്ങ് അടക്കി വെക്കുക, ഇത് തീരുന്നവരെ. അപ്പം അത്രയേ ഉള്ളൂ. പോരെ, രസമില്ലേ? അപ്പം ഇതാണ് നമ്മുടെ ഗ്രാജുവേഷൻ ലുക്ക്. അപ്പം നമ്മൾ റെഡി ആയി കഴിഞ്ഞു. നമ്മളിനി ഗ്രാജുവേഷന് പോവാണ്. പൊട്ട് വേണോ? പൊട്ട് വേണോ? ഇപ്പൊ 5-ലാ. പൊട്ട് വേണോന്ന്. പൊട്ടിട്ടോ. പൊട്ട് എവിടെ, അമ്മയുണ്ടോ? ഓക്കെ, നമ്മൾ സെറ്റാണ് ഗൈസ്. അപ്പം ഇന്ന് നമ്മുടെ ഗ്രാജുവേഷൻ ആണ്. അപ്പൊ ഇത്രക്കൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ മേക്കപ്പ് എൻഡ്. കുഴപ്പമില്ലല്ലേ. ഇത് നിന്നോടെ എനിക്ക് മുടി നനച്ചിട്ട് കുറച്ച് മുന്നിൽ കുറച്ചുകൂടെ നമുക്ക് കേൾസ് ആക്കാൻ വേണമെങ്കിൽ. അപ്പൊ സെറ്റായി. അപ്പം ലെറ്റ്സ് ഗോ ഫോർ ഗ്രാജുവേഷൻ. ബൈ.